ഇപ്പോൾ ഒരു പവന് 56,000 മുതൽ 60,000 രൂപ വരെയാണ് വില. നമ്മളൊരു സ്വർണ്ണക്കടയിൽ ചെന്നിട്ട് ഒരു പവൻ്റെ മാലയോ അല്ലെങ്കിൽ ഒരു വളയോ വാങ്ങിക്കുകയാണ്. അപ്പോൾ അതിന് ഏകദേശം എന്തായാലും ഒരു 75,000 രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതലാവാൻ എന്തായാലും സാധ്യതയുണ്ട്. പക്ഷെ ഇത്രയും രൂപ അതിനുണ്ടായിരിക്കുമോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ അവർ നമ്മളോട് പറയുന്നത് ഇത്രയും രൂപ ഇങ്ങനെയാണ്, പണിക്കൂലി GSTയിലാണ് ഇത്രയും പൈസ വരുന്നതെന്ന് അവർ പറയുന്നുണ്ട്. ഇത് സത്യമാണോ എന്നറിയാനായിട്ട് ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. goldsock.com എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ കയറി പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് ഇതിനകത്ത് GST അല്ലെങ്കിൽ പണിക്കൂലി ഇതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഗോൾഡിൻ്റെ റേറ്റ് നോക്കാം. ഇപ്പം നമ്മൾ സൈറ്റിൽ ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം ഒരു കോളം കാണും. ആ കോളത്തിൽ നമ്മൾ ഗോൾഡിൻ്റെ റേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അന്ന് എന്ത് റേറ്റ് ആണോ ഗോൾഡിനുണ്ടായിരിക്കുക ആ റേറ്റ് ആയിരിക്കണം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന കോളത്തിൽ നമ്മൾ ഗ്രോസ് വെയിറ്റ് അല്ലെങ്കിൽ സ്റ്റോൺ വെയിറ്റ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു ജ്വല്ലറി പോയാൽ സ്റ്റോൺ വെയിറ്റ് സെപ്പറേറ്റ് ആയിരിക്കും, ഗ്രോസ് വെയിറ്റും സെപ്പറേറ്റ് ആയിരിക്കും. പക്ഷേ ചില ജ്വല്ലറി ഇതിൽ രണ്ടും കൂടി ആഡ് ചെയ്തായിരിക്കും തരുന്നത്. അപ്പോൾ ഈ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സ്റ്റോൺ വെയിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് വെയിറ്റ് എന്ന് പറയുന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഈ ഗ്രോസ് വെയിറ്റ് എന്ന്. അപ്പോൾ നമ്മളൊരു സ്വർണ്ണക്കടയിൽ പോയാൽ ഒരു മാല വാങ്ങിയെന്ന് വെച്ചോ, ആ മാല അവർ എന്തായാലും ആദ്യം ഒരു ത്രാസിൽ വെച്ച് തൂക്കി നോക്കും. ആ തൂക്കത്തിനെയാണ് നമ്മൾ ഗ്രോസ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മളോട് ജ്വല്ലറിക്കാർ പറഞ്ഞിട്ടുള്ള ആ റേറ്റ് തന്നെയാണോ എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു പണിക്കൂലി ലഭിച്ചു. ആ പണിക്കൂലി തന്നെയാണോ എന്ന് നമ്മൾ ബില്ല് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ കിട്ടിയിരിക്കുന്ന, അതായത് ബില്ലിൽ കാണിച്ചിരിക്കുന്ന പണിക്കൂലിയും നമുക്ക് കിട്ടിയിരിക്കുന്ന പണിക്കൂലിയും കൂടുതലാണെങ്കിൽ എന്താണ്, നമ്മൾ ജ്വല്ലറിക്കാർ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറവാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജ്വല്ലറിക്കാർ നമ്മളെ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് നമ്മൾ വാങ്ങിയിരിക്കുന്ന സ്വർണ്ണത്തിന് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മളോട് സെയിൽസ്മാൻ പറയുന്നതാണ് പണിക്കൂലി. ഇപ്പം നമ്മളൊരു പാദസരം വാങ്ങാനായിട്ടാണ് പോയതെന്ന് വെച്ചോ, അവിടെ ചെന്നിട്ട് നമ്മൾ ചോദിക്കും പാദസരത്തിന് എങ്ങനെയാണ് റേറ്റ്. അപ്പോൾ അവർ പറയും ഏകദേശം ഒരു 50,000 രൂപ അടുത്ത് വരും. അപ്പോൾ നമ്മൾ ചോദിക്കും ഡിസ്കൗണ്ട് ഒന്നും ഇല്ലേ. അപ്പോൾ അവർ പറയും നോക്കിയിട്ട് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് കുറച്ചവർ പറയുന്ന എമൗണ്ട് 48,000 രൂപയായിരിക്കും. പക്ഷേ ശരിക്കും അതിന് 48,000 രൂപ ഉണ്ടായിരിക്കില്ല, ഒരു 43,000 രൂപയൊക്കെ ആയിരിക്കും. GST പണിക്കൂലി എല്ലാം കൂടെ ചേർത്ത് 43 വരത്തുള്ളൂ. പക്ഷേ എന്നാലും അവർ നമ്മളോട് പറയുന്ന റേറ്റ് എന്ന് വെച്ചാൽ 48,000 രൂപ ആയിരിക്കും, 8,000 രൂപ. പക്ഷേ ആക്ച്വലി അതിന് 43 രൂപയേ ഉള്ളൂ. അതിൽ നിന്നൊരു 4,000 രൂപ ലാഭം ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? സ്വർണ്ണക്കടക്കാർക്ക് തന്നെ. ഇപ്പം നമ്മൾ പറഞ്ഞത് സ്വർണത്തിൻ്റെ പണിക്കൂലിയെക്കുറിച്ചാണ്. ഇനി നമ്മൾ സ്വർണത്തിൻ്റെ കൂടെ സ്റ്റോൺ വെച്ചുള്ള ആഭരണങ്ങളുടെ പണിക്കൂലി എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.